ഹലോ, എല്ലാവർക്കും നമ്മുടെ ലെറ്റൂസ് മോനൂസ് വേൾഡിലോട്ട് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. അപ്പോൾ ഇന്നിപ്പം നിലവിൽ ഞാനിപ്പോൾ ട്രൈ ചെയ്തു എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു റെമഡിയാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതൊരു ഫേഷ്യൽ കേട്ടോ, ആരും പറഞ്ഞു തരാത്ത ഒരു സീക്രട്ട് ആയിട്ടുള്ളൊരു ഫേഷ്യലാണ്. അപ്പോൾ ഇപ്പോൾ എന്നെ കാണുന്നവർ എനിക്ക് നേരത്തെ അറിയാവുന്ന, എനിക്ക് നല്ലപോലെ ഞാൻ ഡാർക്ക് സ്കിൻ ടോണാണ്. അപ്പോൾ ചെറുതായിട്ടൊരു ബ്രൈറ്റ്നെസ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ട് കേട്ടോ, വലിയൊന്നും പറഞ്ഞില്ല. പക്ഷേ അതെനിക്ക് മാസത്തിൽ ഒരു വട്ടം ഞാൻ ചെയ്യുന്ന ഒരു ഫേഷ്യലുണ്ട്. നമുക്കതിൻ്റെ ഒരു പായ്ക്കുണ്ട്, ആ പായ്ക്ക് നമുക്ക് മാസത്തിൽ 2 വട്ടമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പം വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഫേഷ്യലാണ് ഞാനൊന്ന് കാണിക്കാൻ പോകുന്നത്. ഒരുപാട് വലിച്ചു നീട്ടി സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യുക, വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ വേണ്ടേ ഒരു പാത്രം എടുക്കണം. ഏത് പാത്രമായാലും കുഴപ്പമില്ല കേട്ടോ. ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു പൗഡറാണ്, മറ്റൊന്നുമല്ല, നമ്മുടെ റാഗി പൗഡറാണ് കേട്ടോ. കൂരകം പൊടിച്ച പൗഡർ നമ്മൾ ഇതിനകത്തോട്ട് ഒരു 1-1.5 സ്പൂണോളം നമ്മൾ ഇട്ട് കൊടുക്കണം. കാരണം നമ്മൾ ഇതുപയോഗിച്ചിട്ടാണ് നമ്മുടെ ഫേഷ്യലിൻ്റെ ഫൈനൽ സ്റ്റെപ്പ് വരെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഒരു കൂട്ട് റെഡിയാക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടുന്നത് കൂരകം. അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് കോഫി പൗഡറാണ്. ഇത് രണ്ടും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് പാലൊഴിച്ച് കൊടുക്കണേ. പാലൊഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടുപ്പിൽ വെച്ച് ഒന്ന് കുറുക്ക് രൂപത്തിൽ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് പാലും കൂടെ ഒന്ന് ഒഴിക്കട്ടെ. ആവശ്യമുള്ള പാല് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു കട്ട ഉടഞ്ഞ് ഒന്ന് നീക്കിയിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അത്യാവശ്യം ഇച്ചിരി കട്ടിയായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കണമേ, അല്ലാതെ വെറും അങ്ങ് വെള്ളമാവരുത്. ഞാൻ ചെയ്ത് കാണിച്ചു തരാം. തീ ഏറ്റവും കുറച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കിത് അടി കട്ടിയായി പോവും, തീ പിടിക്കും. ഞാനത് അടുപ്പിലോട്ട് വെച്ചിട്ട് ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് തീ കുറച്ചിട്ട് നല്ലൊരു കുറുക്ക് കട്ടിയായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കിട്ടണം. ഈ 4 സ്റ്റെപ്പിൽ നമ്മൾ ഫേഷ്യലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 സ്റ്റെപ്പിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനം ഇതാണ്. ഈ ഒരു രൂപത്തിൽ ഞാൻ കുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത്രയും ഒരു കട്ടിയായിട്ട് തന്നെ ഈ ഒരു മിശ്രിതം കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ആറട്ടെ. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് വീഡിയോസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വീഡിയോയുടെ ഓരോ സ്റ്റെപ്പിലോട്ടും പോകാതെ ഇതൊന്ന് തണുക്കട്ടെ. ഹലോ, അപ്പോൾ ഇതേണ്ടേ ഞാൻ ഈ കൂട്ട് റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ പുറത്തിറങ്ങിയാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഈ കൂട്ട് ഇതേണ്ടേ ഞാനിതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ക്ലെൻസിങ് ആണ്. അപ്പോൾ ആദ്യം നമ്മുടെ ഫേസ് ചുമ്മാ ഒന്ന് കഴുകുക. കഴുകിയതിന് ശേഷം നമ്മളൊരു പാത്രത്തിനകത്തോട്ട് ഈ ഒരു മിശ്രിതത്തിനകത്തുനിന്ന് നമുക്ക് ഒരു ക്ലെൻസ് ചെയ്യാൻ ആവശ്യമുള്ളത് ശകലം മതി കേട്ടോ. ഇത്രത്തോളം എടുത്ത് ഈ ഒരു പാത്രത്തിലോട്ട് ഇടുക. ഇട്ടിട്ട് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് കുറച്ച് തൈരാണ്. കുറച്ച് തൈര് കേട്ടോ, ഒരു ശകലം തൈര് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. രണ്ടും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വേണ്ടേ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഫേഷ്യലാണ്. നമ്മൾ മാസത്തിൽ ഒരു വട്ടം ചെയ്താൽ മതി. അതല്ല, നമ്മളിതിനകത്തൊരു പായ്ക്ക് കാണിക്കുന്നുണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ മാസത്തിൽ 2 വട്ടമൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ഈ വെളിയിലിരുന്ന് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പം വണ്ടിയുടെ ആ ഒരു സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് വരുവേ. എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണം, നല്ല സൂപ്പർ റിസൾട്ട് കിട്ടും കേട്ടോ. തൈരിൽ അലർജി ഉള്ളവർ ഇതിനകത്തോട്ട് പാൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പം നമ്മളിത് ഫേസിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് കഴുത്തിലോട്ട് ഇടണം കേട്ടോ. ഞാനിപ്പോൾ ഇടുന്നില്ല, കാരണം എനിക്ക് മക്കളെ ട്യൂഷന് വിളിക്കാൻ പോകണം. അതുകൊണ്ട് ഇപ്പം ഞാൻ ഇടുന്നില്ല കേട്ടോ. നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം.
ഇതിടുമ്പോൾ നിങ്ങൾ കഴുത്തിലൂടെ ഇടാൻ ശ്രമിക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരിച്ചിരി ധൃതിയായിട്ടാണ് കഴുത്തിലിടാത്ത. വൈകുന്നേരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് കഴുകാം. ഞാനൊന്ന് കഴുകിയിട്ട് വരട്ടെ. എന്നിട്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, ഇപ്പം നമ്മുടെ ഫേസിൽ അഴുക്കെല്ലാം നീങ്ങിയിട്ടുണ്ട്. നല്ലൊരു ക്ലെൻസറാണ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയൊരു നനവ് സ്കിന്നിന് വേണം കേട്ടോ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്ക്രബ് ചെയ്യണം. അതിന് ഞാൻ ഈ പാത്രത്തിനകത്തോട്ട് നമ്മുടെ ആ ഒരു കൂട്ട് ഒരു ശകലം ഇട്ട് കൊടുക്കുക. സ്ക്രബിന് ആവശ്യമുള്ളത് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നമ്മളതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് നമ്മുടെ റാഗി പൗഡർ ആദ്യം ചേർത്തില്ലയോ, അതിൻ്റെ കുറച്ച് റാഗി പൗഡർ, കാരണം അതിന് ചെറിയ തരിയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് സ്ക്രബ് ചെയ്തെടുക്കാവേ. ഈ ഒരു റാഗി പൗഡറിന് ചെറിയ തരിയുണ്ട് കേട്ടോ. ഇതൊന്ന് ഇട്ട് നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഉരയ്ക്കണ്ടായേ. നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഫേഷ്യലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ്. പിന്നെ റാഗി മാത്രം നമുക്ക് വാങ്ങണം, ബാക്കിയെല്ലാം വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കേട്ടോ. നമുക്കിതൊരു ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നല്ല തരിയുണ്ട് കേട്ടോ. വണ്ടി പോകുന്ന സൗണ്ടാണ്. സ്ക്രബ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ നല്ലതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഞാൻ കഴുകിയിട്ട് വരാം കേട്ടോ. നമ്മൾ സ്ക്രബ് കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഫേസിന് നല്ലൊരു എഫക്റ്റാണ് കേട്ടോ. നല്ലൊരു ബ്രൈറ്റ്നെസ് വരും. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ ഈ സ്ക്രബ് കൂടെ കഴിയുമ്പോൾ നല്ലൊരു എഫക്റ്റീവ് നമ്മുടെ ഒരു ഫേസിന് വരും കേട്ടോ. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫേസ് മസാജിങ് ആണ്. അത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. നമ്മൾ ആദ്യം ചെയ്തില്ലയോ, പിന്നെ ഈ ഒരു മിശ്രിതത്തിനകത്തോട്ട് നമ്മൾ ഇച്ചിരി തൈര് ഒഴിച്ചിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് അത് തന്നെ നമ്മൾ ഫേസ് മസാജ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു കൂട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് തന്നെയാണ് നമ്മുടെ ഫേസ് മസാജിങ് ക്രീം കേട്ടോ. ഇത് നല്ലൊരു ഇത് നമ്മുടെ ഫേസിന് നല്ലൊരു ടെക്സ്ചർ കൊണ്ടുവരും ഈ ഒരു മിശ്രിതം കേട്ടോ. നല്ലതാണ് നമ്മുടെ ഫേസിന്. നമ്മുടെ ഈ ഫേസ് തുടയ്ക്കണ്ടായ നനഞ്ഞ നമ്മുടെ ഫേസിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫേസ് മസാജിങ് ക്രീം നല്ലൊരു ഇതാണ് കേട്ടോ. നമ്മുടെ ഫേസിന് ഇൻസ്റ്റൻ്റായിട്ടൊരു ബ്രൈറ്റ്നെസ് ഉണ്ടാക്കും. ഇത് നമുക്ക് തൈര് അലർജി ഉള്ളവർക്ക് പാല് ചേർക്കാം കേട്ടോ. യാതൊരു കുഴപ്പമില്ല. ഇത് അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്കൊരു 5-10 മിനിറ്റ്, കഴിവതും 10 മിനിറ്റെങ്കിലും കൈവച്ചിട്ട് നല്ല പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണേ. പിന്നെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് പായ്ക്കാണ്. അപ്പോൾ അതിന് വേണ്ടി അതിടുന്നതിന് മുമ്പ് നല്ലൊരു മസാജിങ് കൊടുക്കണം കേട്ടോ. നല്ലൊരു മസാജിങ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാവേ.
ഇപ്പോൾ ഫേസ് നല്ലപോലെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഞാൻ വോയിസ് ഓവർ കൊടുത്തത് അത് എങ്ങനെയോ പോയി, അപ്പോൾ ഞാൻ രണ്ടാമത് കൊടുക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട് സ്കിന്നിന്. അപ്പോൾ നമുക്ക് അടുത്തത് പായ്ക്ക് റെഡിയാക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് വേണ്ടുന്ന സാധനം വെച്ചാൽ ക്യാരറ്റ് കേട്ടോ. ഇവിടെ ഒരു ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ചീകി എടുത്തിട്ട് നമ്മുടെ ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് നമ്മുടെ ക്യാരറ്റ് ചീകിയത് അത്രയും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കൂരകവും കാപ്പിപ്പൊടിയും പാലൂടുള്ള ആ ഒരു മിക്സർ ഇത് ഇത്രയും കൂടെ നമ്മൾ നമ്മുടെ മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. തൈര് ഒഴിച്ച് കൊടുക്കുക. തൈരിന് പകരം പാല് സ്യൂട്ടാവുന്നവർക്ക് പാലെടുത്താൽ മതി. എന്നിട്ട് ഇത് ഇത്രയും കൂടെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇതേ ഉള്ളൂ നമ്മുടെ പായ്ക്ക്. അതായത് നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ തരുന്ന ഒരു പായ്ക്കാണ് ഇത്. നമ്മുടെ ഫേഷ്യലിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഈ ഒരു പായ്ക്ക് നമുക്ക് മാസത്തിൽ 2 വട്ടം 3 വട്ടം വീതം ചെയ്യാം കേട്ടോ, ഈ ഒരു പായ്ക്ക് മാത്രം. അപ്പം നമുക്കതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ 4ാമത്തെ സ്റ്റെപ്പും നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. അപ്പം ഞാനത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാവേ. അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. നമുക്കിപ്പം ഇത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല കട്ടിയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കാരണം ഫേസ് പാക്ക് നമ്മൾ ആദ്യത്തെ സെക്ഷൻ ഇടുമ്പോഴേ നമുക്ക് ആദ്യത്തെ ലെയർ ഇടുമ്പോഴേ ചെറുതായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ അതിൻ്റെ പുറത്ത് കുറച്ചുകൂടെ അപ്ലൈ ചെയ്ത് നല്ല കട്ടിയായിട്ട് ഇട്ട് കൊടുക്കണം. കട്ടിയായിട്ട് ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് നമ്മുടെ ഫേസിൽ അങ്ങനെ വെച്ചേക്കുക. ഞാനിപ്പോൾ സന്ധ്യ സമയത്താണ് ഈ ഒരു പായ്ക്ക് ഇടുന്നത്, ഈ ഒരു വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മാത്രമല്ല നമ്മളിവിടെ റിംഗ് കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടല്ല ചെയ്യുന്നത്. ഇത് ഞാനിപ്പോൾ നമ്മുടെ വെളിയിലത്തെ സാധാ വെളിച്ചത്തിലാണ്, ലൈറ്റും കാര്യങ്ങളൊന്നും തന്നെ വെളിയിലുള്ള വെളിച്ചത്തിലാണ് ചെയ്യുന്നത്. ഇതിന് ഒരു 20 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് സന്ധ്യ ആകും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പറും എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേഷ്യൽ വീഡിയോ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഈ ഒരു ഫേഷ്യലിൻ്റെ ഒരു കൂട്ട് ആരും പറഞ്ഞു തന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നല്ലൊരു യൂട്യൂബിലൊന്നും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും. നമുക്കൊരു 20 മിനിറ്റോളം നമ്മുടെ ഫേസിൽ ഇതൊന്ന് വെക്കുക. നെക്കിലിടാൻ പറ്റുന്നവർ മാക്സിമം സ്റ്റാർട്ടിങ് തൊട്ടേ നെക്കിലിടാൻ ശ്രമിക്കുക. അപ്പം ഞാൻ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാവേ, ഞാൻ കാണിച്ചു തരാവേ. ഇപ്പം അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. നേരം സന്ധ്യ ആയതുകൊണ്ട് നിങ്ങൾക്ക് വെളിയിലോട്ട് നോക്കിയാൽ മനസ്സിലാകും. ലൈറ്റിൻ്റെ വെട്ടത്തിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഇവിടെ ചെറിയ ലൈറ്റ് ഉണ്ട്. ആ ഒരു വെട്ടത്തിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. ഞാൻ കഴുകിയിട്ട് ഞാൻ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് എനിക്ക് അറിയില്ല. എങ്കിലും നല്ലൊരു ചിലപ്പോൾ ഈ ലൈറ്റിൻ്റെ വെട്ടവും കൂടെ ആയിരിക്കും അടിക്കുന്നത്. എന്തായാലും നല്ലൊരു സ്പീഡിലാണ് ഫേഷ്യലാണ് ഞാൻ ഇന്ന് കാണിച്ചത്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റിയൊരു ഫേഷ്യലാണ്. സാധനങ്ങൾ വെച്ചിട്ട് തന്നെ. പിന്നെ അത്യാവശ്യം നമുക്ക് റാഗി വേണമെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ഞാൻ കൊടുത്ത വോയിസ് എങ്ങനെയോ ഡിലീറ്റ് ആയിപ്പോയി, അതുകൊണ്ടാണ് ഇത്രയും ഭാഗം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. എല്ലാവരും ക്ഷമിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.